சின்னக்கானலில் கடந்த தினம் நடத்தப்பட்ட பட்டய விநியோகத்திற்கு எதிராக சிபிஐ கடும் குற்றச்சாட்டுடன் முன்வந்துள்ளது. அரசியல் லாபத்திற்காக மட்டுமே பட்டய விநியோகம் நடத்தப்பட்டதாகவும் எல்டிஎஃப் அரசின் காலத்தில் தயார் செய்யப்பட்ட பட்டயங்களை கடந்த தினம் எம்எல்ஏவின் தலைமையில் விநியோகம் செய்ததாகவும் சிபிஐ தேவிகுளம் மண்டலம் கமிட்டி புகார் தெரிவித்துள்ளது. சின்னக்கானலில் கடந்த தினம் நடத்தப்பட்ட பட்டய விநியோகத்திற்கு எதிராக சிபிஐ முன்வந்துள்ளது. கடந்த எல்டிஎஃப் அரசின் காலத்தில் பிப்ரவரி 26ஆம் தேதி சின்னக்கானல் பகுதியில் உள்ளவர்களுக்காக பட்டய விநியோகம் நடத்தப்பட்டிருந்தது. அன்று ஏராளமானவர்களுக்கு பட்டயம் கொடுத்ததில் வாங்க முடியாத மீதி பட்டயங்கள் தான் கடந்த தினம் எம்எல்ஏவின் தலைமையில் விநியோகம் செய்யப்பட்டதாக சிபிஐ தெரிவித்துள்ளது. எல்டிஎஃப் அரசு சரியான முறையில் நடவடிக்கைகள் நிறைவு செய்து வைத்த பட்டயங்கள் விநியோகம் செய்து யுடிஎஃப் மக்களை ஏமாற்றுவதாக சிபிஐ தேவிகுளம் மண்டலம் செயலாளர் അഡ്വക്കേറ്റ് ചന്ദ്രപാൽ தெரிவித்துள்ளார். ചിന്നക്കനാൽ വില്ലേജ് ഓഫീസ് മുമ്പിൽ ശ്രീ ബഹുമാനനായ MLA എഫ് രാജയുടെ നേതൃത്വത്തിൽ ഒരു പട്ടയമേള നടത്തിയതായിട്ട് വാർത്തകളിൽ കണ്ടു. തികച്ചും തെറ്റായ ഒരു നടപടിക്രമമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 26ആം തീയതി LDFിൻ്റെ സർക്കാർ കേരളത്തിലുടനീളം പട്ടയമേള നടത്തുകയും അതിൻ്റെ ഭാഗമായി ചെറുതോണിൽ വെച്ച് ഫെബ്രുവരി 26ആം തീയതി മുത്തമ കോളനിയിലെയും ചിന്നക്കനാലിലെയും മറ്റും ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ലയിലെ പല ഭാഗങ്ങളിലെയും എഴുതി വെച്ച പട്ടയങ്ങൾ, അതായത് പട്ടയ കമ്മിറ്റി അംഗീകരിക്കപ്പെട്ട അസൈൻമെന്റ് കമ്മിറ്റി അംഗീകരിക്കപ്പെട്ട പട്ടയങ്ങൾ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അന്നേ ദിവസം ഹാജരാകാത്ത വ്യക്തികൾക്ക് പട്ടയം കൊടുത്തിട്ടില്ല. എന്നാൽ അവരുടെ പട്ടയം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പട്ടയങ്ങളെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളത് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം വന്നതിനാൽ ഈ കഴിഞ്ഞ ദിവസം MLA വില്ലേജ് ഓഫീസിന് മുമ്പിൽ എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MLA കൊടുത്തുകൊണ്ട് തെറ്റില്ല. എന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ചില കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് കൈ കൊടുപ്പിക്കുന്നത് അത് ശരിയായ നടപടിക്രമമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ MLA വന്ന് പട്ടയം കൊടുക്കുന്നത്. MLA അല്ല പട്ടയം എഴുതി കൊടുക്കേണ്ടത്. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച വില്ലേജ് ഓഫീസ് മകസർ തയ്യാറാക്കിക്കൊണ്ട് അസൈൻമെന്റ് കമ്മിറ്റി അംഗീകരിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും അത് താലൂക്കിൽ നിന്ന് തഹസിൽദാറാണ് അതിൻ്റെ ആ സീനിയറായിട്ട് ചെയ്യപ്പെടേണ്ട വ്യക്തി. മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ പട്ടയങ്ങൾ വില്ലേജ് ഓഫീസിലുള്ള പട്ടയങ്ങൾക്ക് പണപ്പിരിവ് നടത്തുന്നതായിട്ടും ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാര്യത്തിൽ. അതുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാതെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പട്ടയം കൊടുത്തത്. LDF സർക്കാരാണ് പട്ടയം കൊടുക്കാൻ തീരുമാനം എടുത്തത്. മുത്തമ കോണിലെ ജനങ്ങൾക്ക് അന്നത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ഉത്തരവ് വാങ്ങിക്കൊണ്ടാണ് ആ പട്ടയം അവിടെ കൊടുക്കാൻ തീരുമാനിച്ചത്. അത് കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പാർട്ടിക്കും യാതൊരു ബന്ധവുമില്ല. ഇപ്പം നിലവിൽ MLA മാറിയ സാഹചര്യത്തിൽ അത് മുതലെടുക്കുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പട്ടയത്തിന്റെ പേരിൽ കഴിഞ്ഞ കാലങ്ങളിൽ LDF സർക്കാർ കൊടുത്ത പട്ടയം എഴുതി വെച്ച പട്ടയത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കന്മാർ പണപ്പിരിവ് നടത്തുകയാണെങ്കിൽ അതിന്റെ മേൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയിക്കുന്നു. ஒரு அரசு நிகழ்ச்சி என்ற முறையில் அல்லாமல் காங்கிரஸ் கட்சி நிகழ்ச்சி போல பட்டய விநியோகத்தை மாற்றியதாகவும் புகார் எழுந்துள்ளது. சின்னக்கானல் பஞ்சாயத்து தலைவரையோ துணைத் தலைவரையோ மற்ற மக்கள் பிரதிநிதிகளுக்கோ தகவல் கொடுக்காமல் நிகழ்ச்சி நடத்தப்பட்டுள்ளது. உள்ளூர் ஆட்சிக்கூடத்தை அவகணித்து காங்கிரஸ் தலைவர்களை மட்டும் நிகழ்ச்சிக்கு அழைத்ததன் மூலம் UDF சொந்த கட்சி நிகழ்ச்சி போல பட்டய விநியோகத்தை நடத்தியதாக சிபிஐ புகார் தெரிவித்துள்ளது. LDF அரசின் சாதனைகளை விளம்பரப்படுத்தி அரசியல் லாபம் செய்யும் இதுபோன்ற நடவடிக்கைகளுக்கு எதிராக கடுமையான கண்டனம் தெரிவிப்பதாக சிபிஐ தேவிகுளம் மண்டலம் கமிட்டி தெரிவித்துள்ளது. நியூஸ் பியூரோ, மூணார்.